പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് 19ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ബിരസാ സഹജാനന്ദോ രാമാനന്ദസ്തദാ മഹാൻ വിതരന്തു സദൈവൈതേ ദൈവീ സദ്ഗുണസമ്പദം. ബിർസാ മുണ്ട, സഹജാനന്ദ, സ്വാമി നാരായണൻ, രാമാനന്ദാചാര്യൻ എന്നിവരെ ഈ ശ്ലോകത്തിൽ സ്മരിക്കുന്നു. ബുദ്ധൻ മുതലുള്ളവരെല്ലാം സദാ ഈശ്വരഭക്തി എന്ന സദ്ഗുണം പകർന്നുകൊണ്ടിരിക്കട്ടെ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ബിർസാ മുണ്ട. വീര ഭഗത് സിംഗ് 23ാം വയസ്സിലാണ് ഭാരതമാതാവിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ടത്. 25ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് ബിർസാ മുണ്ട എന്ന വനവാസി നേതാവ് ചെയ്തത് അതിലും വലിയ കാര്യങ്ങളായിരുന്നു. തികഞ്ഞ സ്വാതന്ത്ര്യ ബോധത്തോടെയും പരാശ്രയമില്ലാതെയും ജീവിച്ചിരുന്ന വനവാസികൾ സാമ്പത്തികമായും സാംസ്കാരികമായും സമ്പന്നനായിരുന്നു. ഭാരതത്തിൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ ബ്രിട്ടീഷുകാർ ഈ വിഭാഗത്തെ ഉന്നം വച്ചിരുന്നു. വനഭൂമിയിൽ വനവാസി പഞ്ചായത്തുകളുടെ അധികാരം അവസാനിപ്പിച്ച് അവർ ഭൂമി കൈയടക്കി. വനത്തെ സംരക്ഷിക്കുന്ന സംസ്കാരമുണ്ടായിരുന്ന വനവാസികൾക്ക് പകരം അവർ കൊണ്ടുവന്നത് വനം കച്ചവടക്കാരായ മരക്കച്ചവടക്കാർ, ഖനന കമ്പനികൾ, കച്ചവട കൃഷിക്കാർ, കൊള്ളപ്പലിശക്കാരായ മഹാജന്മാർ എന്നിവരെ ആയിരുന്നു. ഈ പുത്തൻ ആക്രമണത്തിന് പുറമെയായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയും അതിക്രമങ്ങൾ. തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കടക്കെണിയിൽപ്പെട്ട് ഇതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിനു പകരം ഉദ്യോഗസ്ഥരുടെ അടിമകളും ഭോഗവസ്തുക്കളുമായി അധപ്പതിച്ചു വനവാസികൾ. അവരുടെ മേൽ പുതിയൊരാപത്തും വന്നു ചേർന്നു. അതൊരു പാതിരിപ്പറയുടെ ആക്രമണമായിരുന്നു. പാതിരിമാർ മതം മാറ്റത്തിനു പറ്റിയ മേഖലയായി വനവാസ മേഖലയെ കണ്ടു. ചികിത്സ, വിദ്യാഭ്യാസം എന്നീ സേവനരംഗത്ത് കുത്തക അവകാശം കൈവച്ചിരുന്ന പാതിമാർ ചികിത്സയ്ക്ക് വരുന്ന കുടുംബങ്ങളെ, പഠിക്കാൻ വന്നിരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ സമ്മതമില്ലാതെ തന്നെ പേരുമാറ്റി എഴുതി മതം മാറ്റത്തിനു വിധേയരാക്കി. ഇങ്ങനെ സംസ്കാരത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടുന്ന വനവാസി സമൂഹം ഒരു രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് 1875 ബിർസയുടെ രൂപത്തിൽ ഒരു രക്ഷകനെ ലഭിച്ചത്. 1875 നവംബർ 15 ഛോട്ടാ നാഗപ്പൂരിൽ റാഞ്ചിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ഖാംബ ഗ്രാമത്തിലായിരുന്നു ബിർസാ മുണ്ടയുടെ ജനനം. അച്ഛൻ സുഗുണ മുണ്ടയും അമ്മ കർബിയുമായിരുന്നു. ബിർസയ്ക്ക് 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ നിരവധി സൽഗുണങ്ങളും സാഹസികതയും ബിർസ പ്രകടിപ്പിച്ചു. പഠിക്കാനായി ജർമ്മൻ മിഷൻ നടത്തിയിരുന്ന സ്കൂളിൽ ചേർന്ന ബിർസാ മുണ്ടയും മതം മാറ്റം ചെയ്യപ്പെട്ടു. ഹൈസ്കൂൾ വരെ പഠിച്ച 1887 ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ബിർസ സർദാർ എന്ന ജാതിയുടെ വിപ്ലവ കാര്യങ്ങളിൽ പങ്കെടുത്തു. ആനന്ദ പാണ്ഡെ എന്ന വൈഷ്ണവ പ്രചാരകനുമായുള്ള സമ്പർക്കം അദ്ദേഹത്തെ വൈഷ്ണവ ഭക്തനാക്കി തീർത്തു. പിന്നീട് അദ്ദേഹം ധർമ്മപ്രചാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൻ്റെ പൂർവികരുടെ മതവിശ്വാസത്തിലേക്ക് മടങ്ങിയ ബിർസാ മുണ്ട ക്രിസ്ത്യൻ മതത്തെ തള്ളിപ്പറയുകയും പാതിരിമാരെ ആട്ടിയോടിക്കുകയും ചെയ്തു. ചില സ്ഥലങ്ങളിൽ പാതിരിമാർ കൊല്ലപ്പെടുക പോലും ചെയ്തു. അവരുടെ മതകേന്ദ്രങ്ങൾ നശിപ്പിച്ച് മതം മാറിപ്പോയ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ബിർസയിൽ തങ്ങളുടെ രക്ഷകനെ കണ്ട വനവാസി സമൂഹം മാത്രമല്ല, മറ്റ് മത അനുയായികളും മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹം ബിർസ ഭഗവാൻ എന്നറിയപ്പെട്ടു. ശരണപന്ഥികൾ എന്ന ബിർസായത്തുകാർ എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അറിയപ്പെട്ടു. 1892 ബിർസ ഭഗവാൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശ്രമം തുടങ്ങി. 100 കണക്കിന് സദസ്സുകൾ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഒരുക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നികുതി നിഷേധ സമരത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും വിളറി പൂണ്ട ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ പറ്റി വിവരം നൽകുന്നവർക്ക് 500 രൂപ സമ്മാനം പ്രഖ്യാപിച്ചു. 1895 അദ്ദേഹത്തെ പിടികൂടി
2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. തടവിൽ നിന്നും പുറത്തിറങ്ങിയ ബിർസ തൻ്റെ അനുയായികളെ സായുധ വിപ്ലവത്തിനൊരുക്കി. റാഞ്ചിയിലും സമീപ പ്രദേശവും നിരവധി മിന്നലാക്രമണങ്ങൾ നടത്തി. 100 കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും കൊല്ലപ്പെട്ടു. യൂറോപ്യൻ പാതിരിമാരും കൊല്ലപ്പെട്ടു. 100 കണക്കിന് കെട്ടിടങ്ങൾ ചാമ്പലാക്കപ്പെട്ടു. വിഷബാണങ്ങളായിരുന്നു വനവാസി സൈന്യത്തിൻ്റെ ആയുധം. അവസാനം ഭയന്നുപോയ ബ്രിട്ടീഷുകാർ ഛോട്ടാ നാഗപ്പൂരിൽ സൈന്യത്തെ വിന്യസിക്കുകയും കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. 1899 ഡോംബാരിക്കുന്നിൽ തൻ്റെ അനുയായികളെ ബിർസ വിളിച്ചുകൂട്ടി. വിക്ടോറിയ ഭരണം ബ്രിട്ടീഷ് റാണിയുടെ ഭരണം അവസാനിപ്പിച്ചതായും സ്വായത്ത ഭരണം നിലവിൽ വന്നതായും പ്രഖ്യാപിച്ചു. റാഞ്ചിയിലും ബുണ്ടിയിലും നിരവധി മിന്നലാക്രമണങ്ങൾ നടന്നു. 1899 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് സൈന്യം ഡോംബാരിക്കുന്ന് വളഞ്ഞു. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകളെ ജീവനോടെ കുഴിച്ചുമൂടി എന്ന് സ്റ്റേറ്റ്മാൻ പത്രം വാർത്ത നൽകി. ബ്രിട്ടീഷ് സൈനികരും വലിയ സംഖ്യയിൽ കൊല്ലപ്പെട്ടു. എങ്കിലും വെടിയുണ്ടയ്ക്കും പീരങ്കിക്കും മുന്നിൽ അമ്പുകൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഡോംബാരിക്കുന്ന് മരണത്തിൻ്റെ മല എന്നറിയപ്പെടുന്നു. ജാംകോബായിൽ വെച്ച് 1900 ഫെബ്രുവരി 3 ബിർസ ഭഗവാൻ പിടിക്കപ്പെട്ടു. ജൂൺ 9 അദ്ദേഹത്തെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നു. ശവശരീരം പോലും വിട്ടുകൊടുക്കാതിരിക്കുവാൻ കോളറ മൂലമാണ് മരണമെന്ന് കള്ളപ്രചരണം നടത്തി. ബ്രിട്ടീഷുകാർ ഒരു അജ്ഞാത സ്ഥലത്ത് ശരീരം ദഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ 63 അനുയായികളും വിവിധ ശിക്ഷകൾ ഏറ്റുവാങ്ങി. ഉൽഗുലാന്റെ സമ്പൂർണ്ണ വിപ്ലവം പ്രാണേതാവും ധർത്തിയാഭ ഭൂമിയുടെ പിതാവുമായി ബിർസ മുണ്ട എന്ന ബിർസ ഭഗവാൻ തൻ്റെ സർവസ്വവും ഭാരതമാതാവിൻ്റെ സ്വധർമ്മത്തിനു വേണ്ടി സമർപ്പിച്ച് നമുക്കെല്ലാം പ്രേരണാ സ്രോതസ്സായി അമ്മയുടെ കാൽക്കൽ ലയിച്ചു ചേർന്നു. ആ ബിർസ മുണ്ടയെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.